പ്രൈസ് ദി ലോർഡ്. 103 സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കണം, അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യേശു കർത്താവ് ആരാ? നന്മ നൽകുന്ന ദൈവം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. നമുക്ക് വേണ്ടത്, നമ്മുടെ ഹൃദയം സന്തോഷിക്കണമെങ്കിൽ നമ്മുടെ വായ്ക്കകത്ത് നന്മ വരണം. നന്മ ദൈവത്തിൽ നിന്ന് വരുന്നതും തിന്മ പിശാചിൽ നിന്ന് വരുന്നതുമാണ്. പിശാച് തിന്മ കൊണ്ടുവരുമ്പോൾ തിന്മയെ മാറ്റി നമുക്ക് നന്മ തരുന്നത് ദൈവമാണ്. അതുകൊണ്ടാണല്ലോ വചനത്തിൽ ഒരു ഭാഗത്ത് പറയും, നന്മയും കാരണവും എൻ്റെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും. ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് നന്മയും കരുണയും അവരുടെ കൂടെ ഉണ്ട്. പക്ഷെ ആ നന്മകളെ തിന്മയാക്കാനാണ് പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നന്മയും കരുണയും തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് നന്മ തരാൻ ദൈവം വിശ്വസ്തനല്ലേ? ഒന്ന് വിശ്വസിച്ചേ. നിങ്ങളുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരുത്തും. ഇപ്പൊ ചില രോഗവും ഭാരവും പ്രയാസവും ഒക്കെ ഉണ്ട്. ശാരീരിക രോഗത്തെക്കാൾ ഏറ്റവും വലിയ രോഗമാണ് മാനസികമായ രോഗം, അല്ലെ നിരാശ. ഡിപ്രഷനിലേക്ക് പോവുക ഇന്ന് ആൾക്കാർ. ചിന്തിച്ചിട്ട് ഒന്നിനും ഒരു തുമ്പ് കിട്ടാത്തൊരു അനുഭവം. പക്ഷെ ദൈവം പറയുന്നു, നിങ്ങളെ കരം പിടിച്ച് ഉയർത്താൻ പോവാ. നിങ്ങളുടെ ബലഹീനതയെ നിങ്ങൾക്ക് ബലം നൽകി അവൻ നിങ്ങളെ ഉയർത്താൻ പോകുക. ആ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക്, അടുത്ത ദൈവകരങ്ങളിലേക്ക് നിങ്ങളത് സമർപ്പിച്ചു കൊടുത്താട്ട് നന്മ കൊണ്ട് നിങ്ങളുടെ വായ അവൻ തൃപ്തിപ്പെടുത്തും. നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ ആ ആവശ്യങ്ങളെ ദൈവം നിറവേറ്റി നൽകും. നിങ്ങളുടെ പ്രയാസങ്ങളിൽ മേൽ ദൈവം ആശ്വാസം നൽകും. നിങ്ങളുടെ സങ്കടങ്ങളിൽ ദൈവം ഇന്ന് പകൽക്കാലം അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇവിടെ പറഞ്ഞ വാക്ക്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. അപ്പൊ ഇത് രണ്ട് ലിങ്ക. നമ്മുടെ വായ്ക്കകത്ത്, നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു സന്തോഷം ഉണ്ടെങ്കിൽ നമുക്കൊരു യൗവനത്വമൊക്കെ ഉണ്ടാകും. ഇന്ന് പലർക്കും പ്രായമൊക്കെ കുറവാണെങ്കിലും വളരെ ഒരു വാർദ്ധക്യത്തിന്റെ അനുഭവം. അതിന്റെ കാരണം മനോവിഷമം കൂടുതല. മനോവിഷമന്റെ ശരീരവും മനസ്സും ഒക്കെ എപ്പോഴും എന്ത് ചെയ്യും? അങ്ങ് നിരാശപ്പെട്ടു പോവുക. ആഹാരം കഴിക്കാത്തതിന്റെ കുറവൊന്നും അല്ല, മാനസിക സംഘർഷം. തിരമാലകളെ പോലെ മനസ്സിനകത്ത് പല പ്രയാസങ്ങൾ വന്ന്, പ്രതികൂലങ്ങൾ വന്ന് ഇങ്ങനെ അലയടിച്ചു പൊങ്ങുന്ന ഒരു അനുഭവമാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, അതിന്മേൽ ഒരു പരിഹാരം നൽകാൻ പോവുക. സകല തിരമാലകളും അടങ്ങാൻ പോകുക. പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറാൻ പോകുക. വിശ്വസിക്കുക, നന്മ ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുക. നിങ്ങളുടെ ഡിപ്രഷനൊക്കെ മാറ്റി, നിങ്ങളുടെ നിരാശ മാറ്റി, നിങ്ങളുടെ ഇല്ലായ്മകൾ മാറ്റി, നിങ്ങളുടെ പാപത്തിന്റെ സ്വഭാവത്തെ മാറ്റി ഒരു നല്ല മനുഷ്യനാക്കി ദൈവം നിങ്ങളെ തീർക്കാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം അനുതാപത്തോടെ നിങ്ങൾ ദൈവസ്ഥനെ ഒന്ന് കടന്നു വരുമോ? നാം വായിച്ച ഈ സങ്കീർത്തനം പറഞ്ഞ പോലെ നന്മയും കരുണയും, നന്മ കൊണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് വായ്ക്ക് തൃപ്തി നൽകി ഹൃദയത്തിൽ സന്തോഷം നൽകുന്ന ഒരു ദൈവം. ഈ കർത്താവിൽ വിശ്വസിച്ച് നന്മ നിങ്ങളിലേക്ക് ഒഴുകി വരട്ടെ. കടലിൽ നിന്നും ഒരു ചാല് വെട്ടി വരുന്നത് പോലെ ദൈവകൃപയുടെ ശക്തി ദൈവത്തിങ്കൽ നിന്നും നിങ്ങളിലേക്ക് പകർന്നു വരുമ്പോൾ ഉണങ്ങിക്കരിഞ്ഞ നിങ്ങളുടെ ചില അനുഭവങ്ങളിൽ മേൽ അതേ ആ ഉണക്കം മാറി പച്ചപ്പ് വരുന്നത് പോലെ നിങ്ങളുടെ നിരാശകൾ മാറി നിങ്ങളുടെ പ്രതീക്ഷയിലേക്ക് നന്മ കൊണ്ട് ദൈവം തൃപ്തിപ്പെടുത്തി, നന്മയാൽ നിങ്ങളുടെ വായ്ക്ക് സന്തോഷവും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആനന്ദവും പ്രത്യാശയൊക്കെ തന്ന് ദൈവം നിങ്ങളെ കരം പിടിച്ച് മുൻപോട്ട് നടത്താൻ പോകുക. ഈ ദൈവത്തിൽ വിശ്വസിച്ച് നന്മ പ്രാപിപ്പാൻ നിങ്ങൾ ദൈവസന്നിധി സമർപ്പിച്ച് ഈ വചനങ്ങളാൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.